ഇപ്പം മരത്തിൻ്റെ വേരുകൾ കാര്യങ്ങളൊക്കെ ഇട്ടുമ്പോൾ നമുക്കതിങ്ങനെ നോക്കിയിട്ട് നമുക്കിങ്ങനെ മനസ്സിൽ തോന്നും എന്താ ചെയ്യാൻ പറ്റുക. ഇപ്പം പിന്നെ ബാക്കിയത് നമ്മൾ അതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കും. അതിൻ്റെ അകത്തുനിന്ന് കുറച്ചൊക്കെ ചിലപ്പോൾ ഹോൾ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ 1-2 ചെയ്തൊന്നും ശരിയായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പയ്യെ ഇതിലേക്ക് ഇങ്ങനെ എത്തിയത്. പിന്നെ ഇങ്ങനെ ചെയ്യും തോറും നമുക്ക് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഏറ്റവും മെയിനായിട്ട് വേരുകളാണ്. വേരുകൾ അങ്ങനെയുള്ള ഇതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് പ്ലാവിൻ്റെ വേരാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. പിന്നെ ഫ്ലൈവുഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില മരത്തിൻ്റെ തൊലികൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓട് പോലെയൊക്കെ ചെയ്യുന്നത് മരത്തിൻ്റെ തൊലികളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് എടുത്ത വഴി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ളത് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഫ്ലൈവുഡിലോ നിരപ്പായ സ്ഥലത്തോ ആണി അടിച്ച് നിവർത്തി വെച്ചിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് ഒടിച്ചെടുത്തിട്ട് ചില സ്ഥലങ്ങളിലേക്ക് ഡീസൽ തേച്ചിട്ട് ഫയർ ചെയ്യും, തീ കൊടുത്തിട്ട് പഴമ കിട്ടാൻ വേണ്ടിയിട്ട്. കാർപ്പൻറ്റർ വർക്കാണ്. പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കാരണം അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞത്. എൻ്റെ പേര് ശ്രീയൻ. ഒരു 2020 തൊട്ടാണ് ഞാൻ ഈ പുൽക്കൂടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇതേപോലെയുള്ള പുൽക്കൂടുകൾ, വ്യത്യസ്തമായ രീതിയിൽ പുൽക്കൂടുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. 2020 മുതലാണ് ഇതിങ്ങനെ പണിയാൻ തുടങ്ങിയത്. എനിക്ക് ശരിക്കും കാർപ്പൻറ്റർ വർക്കാണ്. പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ പയ്യെ ഇതിനകത്തേക്ക് ആദ്യം കുറച്ചൊക്കെ ചെയ്ത് തുടങ്ങിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വിപുലമായ രീതിയിൽ 2020 സ്റ്റാർട്ട് ചെയ്ത് 2022 നമ്മൾ പല പല രീതിയിലുള്ള മോഡലുകൾ ചെയ്യാനായിട്ട് പിന്നെ അതിനുവേണ്ടി വേരുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യമാണ് നമ്മളത് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. അതിനു മുമ്പൊക്കെ നമ്മളിങ്ങനെ ഓർഡർ അനുസരിച്ചൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നതാണ്. പള്ളികളിലേക്ക്, പിന്നെ ചില വീടുകളിൽ അവർ പറയുമ്പോൾ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഇത് ഈ പ്രാവശ്യം ഇങ്ങനെ മനസ്സിൽ തോന്നി കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്യാന്ന് തോന്നി. സാധാരണ ഇങ്ങനെ വൈക്കോലൊക്കെ വെച്ചിട്ട് നോർമൽ പുൽക്കൂടുകളാണ് കാണുക. അപ്പോൾ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നിയതാണ് ഇങ്ങനെ അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പഴമ പോലത്തെ ഒരു ഫീൽ വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ അന്വേഷിച്ച് മനസ്സിൽ തോന്നിയ ആശയമാണ്. പിന്നെ അതിനകത്ത് കുറച്ചുകൂടി ഭംഗി തോന്നാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറച്ച് ഫ്ലവറെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഭംഗിയാക്കി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ മനസ്സിൽ വരുന്ന രീതിയിലനുസരിച്ച് ഒരു പീസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പതിവ്. ഇതുണ്ടോ, ഇതെല്ലാം സെപ്പറേറ്റ് പീസുകളാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടി കഴിയുമ്പോൾ നമുക്കത് ഇത് ശരിക്കും ഇതാണ് ഇതിൻ്റെ മരത്തിൻ്റെ മേൽഭാഗം. ഇതാണ് നമ്മളത് തല കീഴായിട്ട് വെച്ചിരിക്കുകയാണത്. ഏകദേശം എത്ര സമയം വരെ പിടിക്കും? അത് ചിലപ്പോൾ ഒരു ദിവസം തീരും, ചിലപ്പോൾ 2-3 ദിവസം അടുത്ത് തീരുന്നതുണ്ട്. അങ്ങനെ അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്യാവുന്ന രീതിയിലുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാങ് ചെയ്തിടാം വീട്ടില്. ചെറിയ സൈസ് തൊട്ട് വലിയ സൈസ് വരെ എല്ലാ സൈസും. ബിസിനസ് എന്നുള്ള രീതിയിലല്ലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ പയ്യെ സ്റ്റാർട്ട് ചെയ്താണ് ചെയ്ത് വീട്ടിൽ ചുമ്മാ കളക്ട് ചെയ്ത് ഇങ്ങനെ വെക്കായിരുന്നു പതിവ്. പിന്നെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ അന്വേഷിച്ച് വന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ അത് നമ്മളിങ്ങനെ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അത് ഒരു പീസ് കിട്ടുമ്പോൾ കിട്ടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്ത് കളക്ട് ചെയ്യാണ് പതിവ്. ഇതിപ്പോൾ ഇത്രയും ചെയ്യാൻ തന്നെ ഏതാണ്ട് ഒരു 9 മാസം സമയം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ തൊട്ട് അതിനു മുന്നേ തന്നെ നമ്മൾ പല പീസുകൾ കളക്ട് ചെയ്ത്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം കിട്ടണമെന്നില്ലല്ലോ. കിട്ടുന്നത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മളത് ഓരോ പീസുകൾ അതിങ്ങനെ ജോയിൻ ചെയ്ത് അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഷേപ്പ് തോന്നും. അത് നല്ലതാണെന്ന് തോന്നിയാൽ പിന്നെ അതിൻ്റെ ബാക്കി വർക്ക് ചെയ്യണം. നമ്മൾ ശരിക്കും ഇങ്ങനെ ഗിഫ്റ്റ് ആർക്കെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സാധനങ്ങൾ ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബോക്സാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ ബോക്സ് ഉണ്ടാക്കിയപ്പോൾ യാദൃശ്യമായിട്ട് അത് ഒരു പീസ് ഇങ്ങനെ അടർന്ന് വീഴുക ചെയ്തത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചതായിരുന്നു. ഇതിങ്ങനെ മറിഞ്ഞു വീണപ്പോൾ എനിക്ക് അന്നേരം പെട്ടെന്ന് ഇങ്ങനെ തോന്നിയതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ അത് ആദ്യത്തെ 1-2 ചെയ്തതൊന്നും ശരിയായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പയ്യെ ഇതിലേക്ക് ഇങ്ങനെ എത്തിയത്. പിന്നെ ഇങ്ങനെ ചെയ്യും തോറും നമുക്ക് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിണർ ഇതിൽ തട്ടാൻ പാടില്ല, ഓരോരോ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരാൻ തുടങ്ങി. അതിനെ പിന്നെ എല്ലാം ഇങ്ങനെ അളവുകളെല്ലാം നോട്ട് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ഫൈനൽ ഒരു ബോക്സ് ശരിയാക്കിയത്. ഇതിനു മുമ്പ് ഒരു 2-3 ബോക്സ് ശരിക്കും ഡാമേജ് ആയിപ്പോയി, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അളവുകളൊന്നും ശരിയാകാതെ. പിന്നെ നമ്മളത് തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പിന്നെ അടുത്തത് ചെയ്തതാണ്. പിന്നെ ഫൈനൽ ഇത് ഒരെണ്ണം ശരിയായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് അളവ് കിട്ടിയല്ലോ. പിന്നെ അത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത ബോക്സുകളെല്ലാം ശരിയാക്കിയത്.
ഇപ്പോൾ ഇത് ഇഷ്ടംപോലെ ഓർഡർ ഉണ്ട്. പിന്നെ അത് ഒരുപാട് സമയം പിടിക്കും ഇത് തീർക്കാനായിട്ട്. മറ്റുള്ളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് തീരുന്നത് ഇത് 5-6 ദിവസമൊക്കെ പിടിക്കും തീർക്കാനായിട്ട്. കാരണം ഓരോ പീസ് വെക്കുമ്പോഴും നമ്മൾ അടുത്ത പീസ് അതിൽ മുട്ടാതെ വേണം വെക്കാനായിട്ട്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. മെറ്റീരിയലിൻ്റെ ഇതല്ല, ലേബർ കൂടുതൽ വരും. ഇത് എല്ലാം വുഡ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് 2-3 ഷേപ്പിൽ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു സ്പ്രിങ് ടൈപ്പാണ്. ഇത് തന്നെ ട്രീയുടെ ഷേപ്പിൽ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ അഴിക്കാൻ പറ്റില്ല, ഇതിപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ നിർത്താം. പിന്നെ ഇതേപോലെ സ്പ്രിങ് ആയിട്ടും നിർത്താം. ഇതും അങ്ങനെ കണ്ട ഒരു ഇത് തോന്നിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഫുള്ള് വുഡാണ്. പിന്നെ ഇത് നമുക്ക് അഴിച്ച് പീസാക്കി എടുക്കാനും പറ്റും. ഓണത്തിന് ഓണത്തപ്പൻ അങ്ങനെയുള്ളത് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ ഡാൻസിൻ്റെ തന്നെ ആക്സസറീസുകളുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സ്കൂളുകളിലേക്ക്. തെയ്യം, പിന്നെ വാള്, പരിച, അങ്ങനെയുള്ള തത്തക്കൂടുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കി ആവശ്യപ്പെടുന്ന സ്കൂളുകാർക്കും പിന്നെ ഇതേപോലെ ഷോപ്പ് നടത്തുന്നവരൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ പല ഷോപ്പിലും അവർക്കത് ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെയുള്ള ഷോപ്പുകാരുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെടുമ്പോൾ അവർക്കത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇതൊക്കെ സ്കൂളുകളിലേക്ക് ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ റെൻറ്റിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ചിലവർ ഇത് പറഞ്ഞ് ആവശ്യപ്പെട്ടിട്ട് സ്കൂളുകളിലേക്ക് പിന്നെ ഓരോ പ്രോഗ്രാമിനൊക്കെ ആവശ്യപ്പെടും. ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒറിജിനലല്ല, കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ സ്റ്റേജിൽ നാടകം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് മഹാബലിയുടെ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ഇത് സെയിൽ നടക്കുന്നത്. മഹാബലിയുടെ ഷൂ ആണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അത് ആ സമയത്ത് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ തോക്ക്, ഇത് വേട്ടക്കാരന് വേണ്ടിയിട്ട് ഓണത്തിന്, അതങ്ങനെ ആ സമയത്താണ് കൂടുതൽ ആവശ്യം വരാറ്. ഇപ്പം അങ്ങനെ ആരും ചോദിക്കാറില്ല. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ സ്റ്റോക്ക് റെഡിയാക്കും. പിന്നെ ഇതിങ്ങനെ തെയ്യം, കുട്ടികൾക്ക് അതൊക്കെ ഇങ്ങനെ വെയ്റ്റ്ലെസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ. കൂടുതലും കലോത്സവം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ പറയാറ്. ഇത് ഏലൂർ പാതാളം എന്ന് പറഞ്ഞ സ്ഥലമാണ്, ESA ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്.